കേസ് കൊടുക്കാതെ തന്നെ BP എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാമെന്ന് നന്ദൻ സാർ ഏറ്റിട്ടുണ്ട്. പോലീസിലുള്ള സാറിന്റെ കുറച്ച് പരിചയക്കാർ വഴി ഒരു അന്വേഷണം നടത്തി നോക്കാന്ന് പറഞ്ഞു. അപ്പോ പറയുമ്പോ നീ വെറുതെ ചാടിക്കടിക്കാൻ വരരുത്. കേസ് കൊടുത്തും പാരലൽ അന്വേഷണം നടത്തിയും BP കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇനി ഇപ്പൊ നിന്റെ ശ്രമം വിജയിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ വീട്ടിൽ മുമ്പ് നടന്നതൊക്കെ തുടർന്ന് നടക്കാൻ പോകുന്നുള്ളൂ. അല്ല നീ കരുതുന്നത് പോലെ BP മാറുമെന്നോ നിന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്നോ എനിക്കൊരു പ്രതീക്ഷയില്ല. അതിനൊക്കെയുള്ള സമയം എപ്പോഴേ കഴിഞ്ഞുപോയി. അതുകൊണ്ട് അമ്മ എന്താ ഇപ്പൊ പറഞ്ഞു വരുന്നേ? ഞാൻ ഈ ശ്രമത്തിൽ നിന്ന് പിന്മാറണമെന്നാണോ? എങ്കിൽ അതിനുള്ള മറുപടി ഞാനിപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. BP എന്നെ അംഗീകരിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹം ഞാൻ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടില്ല. പക്ഷെ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. അതൊന്നും നമ്മൾ തീരുമാനിക്കും പോലെ അല്ലല്ലോ. നീ നിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്നത് പോലെ അച്ഛൻ അച്ഛൻ്റെതായ താല്പര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നു. അതിന് BP എങ്ങനെ ശിക്ഷിക്കാൻ സത്യത്തിൽ നിനക്ക് ഒരു അധികാരവും ഇല്ല, അർഹതയും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത്, അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നതിന്റെ വില അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലാവില്ല. അത് മനസ്സിലാക്കുന്ന ഒരു സമയത്ത് ഞാൻ ഒപ്പം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ എന്തൊക്കെയാ നീ പറയുന്നേ? ഒന്നുമില്ല. അമ്മ ഒന്ന് പോയി തരൂ ഇവിടുന്ന്. കുറച്ചു നേരം ഞാനൊന്ന് ഒറ്റയ്ക്കിരുന്നോട്ടെ. അപ്പോ നിനക്ക് പെയിൻ സഹിക്കാൻ വയ്യെങ്കിൽ ടാബ്ലറ്റോ വല്ലതും? ഒന്നും വേണ്ടാന്ന് പറഞ്ഞില്ലേ? ജസ്റ്റ് ലിവ് മീ അലോൺ. ശരി, എന്നാ പിന്നെ നീ കിടക്ക്. റജി, ഞാൻ കോടതിയിലേക്ക് ഇറങ്ങാം. നീ എത്താറയോ? ഞാനേ ഓഫീസ് ലോക്ക് ചെയ്യുന്നില്ല. കേസ് ഫയല് ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നീ അതൊന്ന് റെഫർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോഴേക്ക് ഞാനിങ്ങെത്താം. ഓക്കെ, ശരിടാ. ഗുഡ് മോർണിംഗ് സർ. അപ്പോ മോർണിംഗ്. നല്ല കക്ഷിയാ. 10:30 എത്താന്നല്ലേ താൻ പറഞ്ഞത്? ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് തന്നെ കാണാഞ്ഞിട്ട് കോടതിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു ഞാൻ. ഇന്ന് എൻ്റെ കേസ് ആദ്യം വിളിക്കുന്നേ. സോറി സർ, വരുന്ന വഴിക്ക് എന്തോ ആക്സിഡന്റ് നടന്ന് ട്രാഫിക് കുറെ നേരം ബ്ലോക്ക് ആയിരുന്നു. അതാ ലേറ്റ് ആയത്. ഞാൻ സാറിനെ ടെക്സ്റ്റ് ചെയ്തിരുന്നു. തിരക്കായതുകൊണ്ട് ഞാൻ നോക്കിയില്ല. ഞാൻ തന്നോട് വരാൻ പറഞ്ഞതേ ഒരു സീരിയസ് കാര്യം പറയാനായിരുന്നു. അതിപ്പോ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ട സർ, സാറിന്റെ തിരക്ക് കഴിയട്ടെ. ഞാനിവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്തോളാം. എന്തായാലും തനിക്ക് ആശ്വാസത്തിന് വകയുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. പണിക്കർ സാറ് ഈ സിറ്റി തന്നെ ഉണ്ട്. ആള് ബീച്ച് റോഡിലുള്ള ഹോട്ടൽ ഗോൾഡൻ സാൻഡിലാണ് സ്റ്റേ ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ആൾ അവിടെ തന്നെ ഉണ്ട്. സാർ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ? ഞാൻ പറഞ്ഞില്ലടോ, പോലീസിൽ കൊള്ളാവുന്ന ചില അടുപ്പക്കാരുണ്ടെന്ന്. ഇന്നലെ തന്നെ ഞാൻ അവരോട് ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. അധികം ബുദ്ധിമുട്ടിക്കാതെ അതിന്റെ റിസൾട്ട് ഉണ്ടായി. പണിക്കരുടെ ഒളിത്താവള അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താ തന്റെ പ്ലാൻ?
അച്ഛനെ പോയി കാണുന്നുണ്ടോ? നമ്മളും പിന്നാലെ ഉണ്ടെന്ന് BP ഒന്ന് അറിയിക്കണ്ടേ സർ? അറിയിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കഴിവതും ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ നോക്കണം. ആ രീതിയിലേക്ക് നിങ്ങളുടെ മീറ്റിംഗ് മാറിയാൽ ചിലപ്പോൾ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പണിക്കർ സാർ ആ സ്ഥലത്തുനിന്ന് മാറിയിരിക്കും. എന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാവാതെ ഞാൻ സൂക്ഷിച്ചോളാം സർ. അത് വേണം. ഞാൻ വരണ ഒരു ധൈര്യത്തിന്. എങ്കിൽ കുറച്ചു നേരം തനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ സാറുമായിട്ട് ചെല്ലുമ്പോൾ BP അതിനെ വേറൊരു ആംഗിളിലായിരിക്കും എടുക്കുന്നത്. വക്കീലിനെയും കൂട്ടി ഭീഷണിപ്പെടുത്താൻ ചെന്നു എന്ന് പറയും. അത് വേണോ? പറഞ്ഞ പോലെ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടല്ലോ. ഞാനത് ഓർത്തില്ല. ഒരു കാര്യം ചെയ്യും. ആദ്യം താൻ തനിച്ചു പോയി ഒന്ന് മുട്ടി നോക്ക്. തൻ്റെ ഡിമാൻഡ്സ് വളരെ സൗമ്യമായി ഒന്ന് പ്രസന്റ് ചെയ്ത് നോക്ക്. എന്താ പുള്ളിക്കാരൻ്റെ റെസ്പോൺസ് എന്നൊന്ന് അറിയാലോ. അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്കൊക്കെ ഇടപെട്ടാൽ മതിയല്ലോ. അപ്പൊ ധൈര്യമായിട്ട് എൻട്രി ആയിക്കോ. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു സർ. ഓക്കെ, ഞാനെന്നാ ചെല്ലട്ടെ. കോടതി കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ശരി സർ. അപ്പു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവളും എൻ്റെ ഒപ്പം ഇതുപോലെ പള്ളിയിൽ വരുമായിരുന്നു. ആ എനിക്കറിയാം. അങ്ങനെ രണ്ടാളും പള്ളിയിൽ പോയി വരുന്ന വഴിക്കല്ലേ ആന്റിയുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ചവരെ അപ്പൊ ഓടിച്ചു പിടിച്ചത്. ഓ, പറഞ്ഞതുപോലെ ലോകത്തെല്ലാവർക്കും ഈ കഥ അറിയാലോ. അത് ഞാൻ ഓർത്തില്ല. ഇപ്പോഴും ആ സംഭവം ഓർക്കുമ്പോൾ എൻ്റെ നെഞ്ചൊന്ന് കിടുങ്ങും. അതിൽ പിന്നെ കുറേ ദിവസം കഴിഞ്ഞാ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ധൈര്യം കിട്ടിയത്. മോൾക്കും ആ ശ്രദ്ധ വേണം കേട്ടോ. തനിച്ച് എവിടേക്കെങ്കിലും പോകേണ്ടി വന്നാൽ വളരെ സൂക്ഷിക്കണം. എന്തെല്ലാം കോലത്തിലാ ആൾക്കാർ തട്ടിപ്പുമായി വരുന്നെന്ന് പറയാൻ പറ്റില്ല. ഞാൻ സൂക്ഷിച്ചോളാം ആന്റി. ഡോക്ടർ ഒഴിവുള്ളപ്പോ ആന്റിക്കൊപ്പം പള്ളിയിലൊന്നും വരാറില്ലേ? അവൻ വരും. പക്ഷേ ഒന്ന് നിർബന്ധിക്കണമെന്ന് മാത്രം. ഫ്രീ ടൈം കിട്ടിയ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടുന്നത് അവനിഷ്ടം. അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. 1-2 ആഴ്ച കൂടുമ്പോഴാ അവനൊരു ഒഴിവ് ദിവസം കിട്ടുന്നത്. ചിലപ്പോ അതും അവനെടുത്തില്ലാന്ന് വരും. അവൻ അത്രയ്ക്ക് ഡെഡിക്കേറ്റഡാ. ഞാൻ അവനെ തല്ലി പഴിപ്പിച്ച് ഡോക്ടറാക്കിയതൊന്നും അല്ല മോളെ. കുഞ്ഞുനാള് മുതല് അവന്റെ ആഗ്രഹമായിരുന്നു അത്. അതിനുവേണ്ടി അവൻ തന്നെയാ പരിശ്രമിച്ചതും കഷ്ടപ്പെട്ടതും ഒക്കെ. അധികം വൈകാതെ തന്നെ ഗവൺമെന്റ് സർവീസിൽ കയറാൻ പറ്റുന്ന തന്നെയാ അവന്റെ പ്രതീക്ഷ. ആ കാര്യം എന്നോടും പറഞ്ഞിട്ടുണ്ട്. മുരളിയേട്ടാ, മാളും ടീച്ചറും എവിടെ? ശരിയാണല്ലോ. ഇവരിത് എവിടെ പോയിട്ട് വരിക? ആന്റി ദേ അമ്മ. അമ്മ, നിങ്ങളിത് എവിടെ പോവാ? ഈ വഴിക്ക് വരണമെങ്കിൽ നിന്റെ അടുത്തേക്കല്ലാതെ വേറെ എവിടെ പോവാനാ? രാവിലെ മുതൽ നിന്നെ കാണാഞ്ഞിട്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമം. എന്നാ പിന്നെ ആ സങ്കടം കൈയോടങ്ങ് മാറ്റിയേക്കാന്ന് കരുതി. ദേ മുത്തശ്ശിയുണ്ട്. ആഹാ, മുത്തശ്ശി ഉണ്ടായിരുന്നോ? മുത്തശ്ശി വാ. ഇവര് പോരുമ്പോ ഞാൻ മാത്രമായിട്ട് എന്തിനാ അവിടെ കുത്തിയിരിക്കുന്നത്? സ്വസ്ഥമായിട്ട് നിന്നോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാലോന്ന് വെച്ചു. എല്ലാവരും കൂടി ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. ഇവക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന് കരുതിയാ വരുന്ന കാര്യം നേരത്തെ വിളിച്ചു പറയാതിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, ആ പ്ലാൻ വഴിയിലെ പൊളിഞ്ഞില്ലേ. ഇപ്പൊ ഞങ്ങൾ എവിടെ വെച്ച് കണ്ടില്ലായിരുന്നെങ്കിൽ ചെല്ലുമ്പോ വീടടച്ചിട്ടേക്കുന്നത് കണ്ട് എല്ലാവരും ശരിക്കും ഞെട്ടേണ്ടി വന്നേനെ. അല്ല, അമ്മായിയമ്മയും മരുമോളും കൂടെ രാവിലെ എവിടെ പോയിട്ട് വരിക? ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിയാ ഇന്ദിരാമേ. പള്ളിയിലോ? എന്താ വിശേഷിച്ച്? ഏയ് വിശേഷിച്ചൊന്നുമില്ല മുത്തശ്ശി. ആന്റി പോകാൻ ഇറങ്ങിയപ്പോ ഞാനും ഇപ്പം കൂടിയെന്നേ ഉള്ളൂ. അല്ല, ജോബിനെവിടെ? അവൻ ഹോസ്പിറ്റലിൽ പോയി. ഇന്ന് രാവിലെയാ ഡ്യൂട്ടി. അല്ല, കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ ഡോക്ടർ ജോലിക്ക് കയറിയോ? അതെന്ത് പണിയായിപ്പോയി. നിങ്ങൾ കേറ്. വിശേഷമൊക്കെ നമുക്ക് വീട്ടിൽ ചെന്ന് അതെ, സംസാരിക്കാമല്ലോ. ടീച്ചർ കയറിയട്ടെ.
എന്ത് വേണം? എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സോറി, എനിക്കൊന്നും കേൾക്കണമെന്നില്ല, അങ്ങോട്ടൊന്നും പറയാനുമില്ല. സോ പ്ലീസ്. അങ്ങനെയും ഒഴിവാക്കി വിടാനും നോക്കണ്ട. എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ പോവൂ. അല്ല, എന്താ അച്ഛൻ്റെ ഉദ്ദേശം? പന്തയത്തിൽ എന്നെ തോൽപ്പിച്ചു എന്ന് തെളിയിക്കാനാണ് ഈ ഒളിവ് ജീവിതമെങ്കിൽ അത് മതിയാക്കാം. ഞാൻ തോൽവി സമ്മതിച്ചു വന്നിരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തു കാണിക്കുന്ന മിടുക്കനാണ് VP എന്ന് ഞാൻ അംഗീകരിച്ചു വന്നിരിക്കുന്നു. പോരെ? എന്ത് പോരെന്ന്? എന്റെ മിടുക്കും സാമർത്ഥ്യമൊന്നും ആരുടെ മുന്നിൽ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പറഞ്ഞ കാര്യങ്ങൾ VP പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യുകയും ചെയ്യും. അതിനൊന്നും ആരുടെയും സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ശരി, അച്ഛൻ വീട്ടിലോട്ട് വാ. അച്ഛനെ കുറിച്ച് വിവരമൊന്നും അറിയാതെ അവിടെ അമ്മ ആകെ വിഷമിച്ചിരിക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ, പാക്ക് ചെയ്യാൻ ഞാനും സഹായിക്കാം. ഏയ്, തൊട്ടുപോരുത്. എന്നെ ഇവിടുന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോവാൻ മിസ്റ്റർ അപ്പൂന് എന്താണോ അത്ര ഉത്സാഹം? താങ്ക്സ് VP. പരിഹസിച്ചിട്ടാണെങ്കിലും മിസ്റ്റർ അപ്പു എന്നുള്ള വിളി VP മറന്നില്ലല്ലോ. പിന്നെ VP ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ ഇത്രയ്ക്ക് ഉത്സാഹം കാണിക്കുന്നതിന് കാരണം ഞാൻ പറഞ്ഞിട്ട് വേണം മനസ്സിലാക്കാൻ. ഇനി അത് കേട്ടേ അച്ഛൻ കൂടെ വരാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ പറയാം. വേണമെന്നില്ല. ബോധിപ്പിക്കാനുള്ളത് എന്ത് കാരണമാണെങ്കിലും മടങ്ങി വരാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? പറയേണ്ടവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു തിരിച്ചു വരവിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അച്ഛൻ്റെ തോന്നൽ. പക്ഷെ എനിക്കും അമ്മയ്ക്കും അച്ഛനെ ആ വീട്ടിൽ ആവശ്യമുണ്ടെന്ന് തോന്നിയോ? അതിൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വാശിയൊക്കെ കളഞ്ഞ് VP എൻ്റെ കൂടെ വരുന്നേ നല്ലത്. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? എങ്കിൽ അമ്മയും മോളും അല്ല മോനും ഒരു കാര്യം മനസ്സിലാക്കിക്കോ. തിരിച്ചു വരാൻ വേണ്ടിയല്ല VP ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. ഇനി എനിക്ക് എൻ്റെ വഴി, നിങ്ങൾക്ക് നിങ്ങളുടേതും. നിങ്ങൾക്ക് തോന്നിയ പോലെയൊക്കെ ജീവിക്കാം, ആണായിട്ടോ പെണ്ണായിട്ടോ. ഇനി അതിലൊന്നും ഞാൻ കൈകടത്താനോ നിയന്ത്രിക്കാനോ വരില്ല. അതുപോലെ എൻ്റെ കാര്യത്തിലും ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതുവരെ VP മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മണ്ടനായിരുന്നു. ഇനിയുള്ള കുറച്ചു കാലം ഞാൻ എനിക്ക് വേണ്ടി മാത്രമായിട്ടൊന്ന് ജീവിക്കാൻ തീരുമാനിച്ചു. യാതൊരു കെട്ടുപാടും ബാധ്യതയില്ലാതെ ഒന്ന് ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആഗ്രഹം കൊള്ളാം. പക്ഷെ അങ്ങനെ ഒരു ഫ്രീ ബേഡ് ആവാനുള്ള സമയമൊന്നും ആയിട്ടില്ല VP. സമയമാകുമ്പോ VP ഞങ്ങളായിട്ട് തന്നെ ഫ്രീ ആക്കിക്കൊള്ളാം. അതുവരെ VPയുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നോ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് മനുഷ്യന്റെ സ്വൈര്യം കെടുത്താൻ നിൽക്കാതെ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ. അല്ലെങ്കിൽ പിടിച്ച് ഞാൻ പുറത്താക്കും. വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കല്ലേ. സീൻ ക്രിയേറ്റ് ചെയ്യാനും അഭിനയിച്ച് അവാർഡ് വാങ്ങാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല VP. ഒരു കാര്യം ചെയ്യും. എന്തുകൊണ്ടാണ് VP എന്നെ അമ്മയെ ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നുള്ളതിന്റെ കാരണം ഒരു വെള്ള പേപ്പറിൽ എഴുതിത്താ. അപ്പൊ സ്വയം ബോധ്യപ്പെടാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും എനിക്കൊരു തെളിവാകുമല്ലോ. എനിക്ക് സൗകര്യമില്ലെങ്കിലോ? എങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും VPക്ക് ബുദ്ധിമുട്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇനിയിപ്പോ വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തന്നില്ലെങ്കിലും VPയെ വീട്ടിൽ തിരിച്ചെത്തിക്കാനുള്ള മന്ത്രമൊക്കെ എന്റെ കയ്യിലുണ്ട്. അമ്മയെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ആ ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്യിപ്പിക്കുന്ന വീഡിയോ എന്റെ കയ്യിലുണ്ട്. പിന്നെ ആ പ്രതിഭ പ്രവീൺ എന്ന ജേർണലിസ്റ്റിനോട് എന്നെ കൊന്നുകളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ വീഡിയോയും വെൽ സെറ്റാണ്. കോടതിയെ നാട്ടുകാരെയൊക്കെ VP ആരാണെന്ന് ബോധിപ്പിക്കാൻ അതൊക്കെ തന്നെ ധാരാളം മതി. കൊള്ളാം, ഭീഷണിയാണല്ലേ? നന്നായിട്ടുണ്ട്. ഭീഷണിയല്ല VP. ഇനി അങ്ങോട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഞാൻ VP ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. 2 ദിവസം അതിനുള്ളിൽ VP വീട്ടിൽ തിരിച്ചെത്തിയിരിക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? പറയാൻ എന്ത് ചെയ്യുമെന്ന് ഒച്ച വെക്കണ്ട. നാട്ടുകാരറിഞ്ഞ അതിന്റെ നാണക്കേട് മിസ്റ്റർ VPക്ക്. കൂട്ടത്തിൽ ദാ ഇതുകൂടെ ഇവിടെ വച്ചേക്കുന്നു. VP മോഹവില കൊടുത്ത് തിരിച്ചെടുത്ത ബുള്ളറ്റിന്റെ കീയായി. ഇതിന്റെ ആവശ്യം എനിക്കിനിയില്ല. ഇനി ഇതുപോലുള്ള ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊണ്ട് എന്നെ കോമ്പൻസേറ്റ് ചെയ്യാന്നും VP വിചാരിക്കണ്ട. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? 2 ദിവസം അതിനുള്ളിൽ VP തിരിച്ച് വീട്ടിലെത്തിയിരിക്കണം. നീ ആരെയായി പേടിപ്പിക്കുന്നത്? കടന്നു പോവാൻ പറഞ്ഞില്ലേ? പോയിക്കോടുന്ന്.
ഇവിടെ കണ്ടുപോരുതരി. എന്ത് പറ്റി സാർ? എനി പ്രോബ്ലം? ദേ, ഇതുപോലുള്ള ശല്യങ്ങളെന്നും മേലിൽ എന്റെ റൂമിലേക്ക് കടത്തി വിട്ടേക്കരുത്, കേട്ടല്ലോ? സോറി സാർ. കാര്യമൊക്കെ ശരി തന്നെ മാണു. ചെറുക്കൻ അന്യജാതിക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞങ്ങൾ നിന്റെ കല്യാണം നടത്തിയത്. എന്നുവെച്ച് നമ്മുടെ ആചാരങ്ങളോ വിശ്വാസങ്ങളോ മാറ്റിയോ മറന്നോ നീ ജീവിച്ചോളണോന്ന് പറഞ്ഞാ അതെങ്ങനെ ശരിയാവും? അയ്യോ മുത്തശ്ശി, വെറുതെ ആന്റി തെറ്റിദ്ധരിക്കണ്ട. ഡേസി എന്നെ നിർബന്ധിച്ചിട്ടൊന്നുമല്ല ഞാൻ പള്ളിയിൽ പോയത്. ഒപ്പം വരുന്നെന്ന് ഞാൻ ആന്റിയോട് അങ്ങോട്ട് പറഞ്ഞത്. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് മുഷിയണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. അതൊക്കെ ശരി തന്നെ മോനെ. ഇന്ന് നീ ഒരു കൗതുകത്തിന് വേണ്ടി അങ്ങോട്ട് പറഞ്ഞു കൂടെ പോയി. നാളെ മുതൽ ടീച്ചർ മോനും അതൊരു സൗകര്യമായിട്ട് എടുത്താലോ? അതുകൊണ്ട് അത്തരം അബദ്ധങ്ങൾക്കൊന്നും നീ ഇനി നിന്നു കൊടുക്കരുത്. അഥവാ നിനക്കങ്ങനെ പുറത്തു പോയി പ്രാർത്ഥിക്കണമെങ്കിൽ ചുറ്റുവട്ടത്തൊക്കെ അമ്പലങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടെ പോയി തൊഴണം. വേണമെങ്കിൽ ടീച്ചറെ കൂടെ കൂട്ടു വിളിക്കണം. അപ്പം അറിയാം അവർ വരുവോ ഇല്ലയോ എന്ന്. ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം, ഡേസി ആന്റിക്കും ഡോക്ടർക്കും അങ്ങനെ വേർതിരിവൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അമ്പലത്തിൽ വെച്ച് താലി കെട്ടാന്ന് അവര് സമ്മതിക്കുമായിരുന്നോ? ആ, അതിന്റെ കാര്യമൊന്നും കൂടുതൽ പറയാതിരിക്കുന്നതാ നല്ലത്. അല്ല, അത് പോട്ടെ, നിന്റെ ഭർത്താവ് ഇത് എന്ത് പരിപാടിയാ മാളു കാണിച്ചത്? കല്യാണം കഴിച്ചതിന്റെ തൊട്ട് പിറ്റേന്ന് തന്നെ നിന്നെ ഇവിടെ തനിച്ചാക്കി അവൻ ആശുപത്രി ജോലിക്ക് പോയി തുടങ്ങി. കുറഞ്ഞതൊരു 5-6 ദിവസമെങ്കിലും അവനോട് ലീവ് എടുക്കാൻ പറഞ്ഞുകൂടായിരുന്നോ മോളെ നിനക്ക്? ഇന്ന് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഉണ്ടെന്ന് രാവിലെ എന്നോട് പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ ഡോക്ടർ ലീവ് എടുക്കുന്നൊന്നും തോന്നുന്നില്ല മുത്തശ്ശി. അവിടെയാ നിന്റെ കുഴപ്പം. എടി ബുദ്ധൂസേ, ആങ്കൊച്ചുങ്ങളുടെ ഈ വാശിയും ബലം പിടുത്തമൊക്കെ കല്യാണം കഴിയുന്നത് വരെ ഉള്ളൂ. കല്യാണം കഴിഞ്ഞാലേ ഏതു കൊലകൊമ്പനെയും മെരിക്കെടുത്ത് തൻപാട്ടിലാക്കാനുള്ള ബുദ്ധിയും വൈഭവമേ നമുക്ക് വേണം. അതാ പെണ്ണുങ്ങളുടെ മിടുക്ക്. എത്ര തലയെടുപ്പുള്ള ആനയാണേലും നിയന്ത്രിക്കാനേ ദാ ഇത്തിരി പോന്നൊരു തോട്ടി മതി. അതിന്റെ കൊളുത്തിട്ടൊന്ന് പിടിച്ചാൽ മതിച്ചു നിൽക്കുന്ന കൊമ്പൻ പോലും വരച്ച വരയിലാവും. ഭർത്താക്കന്മാരെ നിലയ്ക്ക് നിർത്താൻ പെണ്ണുങ്ങൾക്ക് ദൈവം കൊടുത്ത തോട്ടിക്കൊളുത്താ ദാ ഈ കഴുത്തെ കിടക്കുന്ന താലി. മനസ്സിലായോ? എന്താ മുത്തശ്ശി മോളും തമ്മിലൊരു സ്വകാര്യം? ഓ, ഞാൻ ഇവക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അശ്വതി. അതെ, ഭർത്താവിനെ എങ്ങനെ വരുതിയിൽ നിർത്താം എന്ന ക്രാഷ് കോഴ്സ് ആയിരുന്നു മുത്തശ്ശിയുടെ വക. ആഹാ, അതിന്റെ ഇടയ്ക്ക് അമ്മ അതിന് നേരം കണ്ടെത്തിയോ? നിന്നെ വിളിച്ച് ധൃതിയിൽ പോകുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇതുപോലെ എന്തെങ്കിലും ബുദ്ധി പറഞ്ഞു തരാനായിരിക്കും. ആര് ബുദ്ധി പറഞ്ഞു തന്നിട്ടും ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? നീ പറഞ്ഞ അവൻ കേക്കില്ലെന്നാണോ? ആ, അങ്ങനെ ഒരു കടുംപിടുത്തം ശരിയല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇന്ന് അവൻ കാണിച്ചത് തീരെ ശരിയായ ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല.